നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താല മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി UDF സ്ഥാനാർത്ഥി VT ബൽറാം. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് തിരുമിച്ചക്കോട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പമെത്തിയ അദ്ദേഹം ഓരോ വോട്ടറെയും നേരിൽ കണ്ട് സംസാരിക്കുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. വോട്ടർമാരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രചരണത്തിനിടെ സംസാരിക്കവേ സംസ്ഥാന സർക്കാരിനെതിരെയും മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് ബൽറാം പറഞ്ഞു. UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തൃത്താല മണ്ഡലത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കുറേ പ്രദേശങ്ങളിലാണ് ഇവിടുത്തെ പ്രാദേശിക സഹപ്രവർത്തകരോടൊപ്പം UDFന്റെ നേതാക്കന്മാരോടൊപ്പം ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റെസ്പോൺസാണ്. കാരണം 2-3 കാരണങ്ങളാണ്. ഒന്ന്, സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നൊരു മോചനം വേണം എന്നുള്ളത് മുഴുവൻ ആളുകളും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നല്ല നിലയിൽ തൃത്താലയിലും പ്രതിഫലിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തൊരു മന്ത്രിയാണ് അപ്പുറത്ത് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള മുഴുവൻ ഭരണവിരുദ്ധ വികാരവും തൃത്താലയിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം തൃത്താലയിലെ സവിശേഷമായിട്ടുള്ള ചില താരതമ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം എന്നെ ജനപ്രതിനിധിയായി വിജയിപ്പിച്ചതിന് ശേഷമുള്ള 10 വർഷം തൃത്താലയിൽ അനുഭവേദ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിന് കഴിഞ്ഞ 5 വർഷത്തിലുണ്ടായ ഇടർച്ച, അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ആഗ്രഹം, അതൊക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി തൃത്താല മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിന് മറുപടി നൽകാനുള്ള അവസരമാണിതെന്നും ജനങ്ങൾ UDFന് അനുകൂലമായി വിധിയെഴുതുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ പ്രചരണം വ്യാപിപ്പിക്കാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. തൃത്താലയുടെ ജനങ്ങളുടെ മുമ്പിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന, അവർക്കൊപ്പം ഏതൊരു ഘട്ടത്തിലും നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. ആ ഒരു നല്ല കാലം തിരിച്ചു പിടിക്കാൻ ഇത്തവണ തൃത്താല എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂറ്റനാട് നടന്ന LDF തൃത്താല മണ്ഡലം കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവീനർ ET ഹൈദ്രോസ് അധ്യക്ഷനായി. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPMൽ ചേർന്ന മുൻ KPCC അംഗം K മുഹമ്മദ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ബഷീർ എന്നിവരെ K രാധാകൃഷ്ണൻ MP ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മണ്ഡലം വികസന രേഖ പ്രകാശനം ചെയ്തു. സ്ഥാനാർത്ഥി MP രാജേഷ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, K മുഹമ്മദ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ബഷീർ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം OK സൈദലവി, NCP ജില്ലാ സെക്രട്ടറി K നൂറുദ്ദീൻ, CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കൺവീനർ PN മോഹനൻ സ്വാഗതവും AK ദേവദാസ് നന്ദിയും പറഞ്ഞു. ET ഹൈദ്രോസ് ചെയർമാനും MR മുരളി കൺവീനറുമായ 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് MP രാജേഷിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നിവിടെ കൺവെൻഷൻ ചേരുന്നത്. ആദ്യമായി തന്നെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെയും സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഊഷ്മളമായി അഭിവാദനം ചെയ്യുക. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമുക്കറിയാം, ഈ മാസം 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലറേഷൻ നടത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. കഴിഞ്ഞ 10 കൊല്ലം നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തോ ഇന്ത്യ ഗവൺമെന്റിനോ സങ്കല്പിക്കാൻ പോലുമാകാത്ത
വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ആ 10 വർഷത്തെ നേട്ടങ്ങൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അക്കമിട്ട് നിരത്തുകയുണ്ടായി. ഒട്ടേറെ കാര്യത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി, ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. നീതി ആയോഗിന്റെ ദേശീയ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചികയിൽ 7 വർഷമായി തുടർച്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ആരോഗ്യ സൂചികയിൽ തുടർച്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമില്ലാതാക്കിയ ലോകത്ത് 2ാമത്തെ പ്രദേശം കൂടിയായി മാറിയത് കേരളമാണ്. തൃത്താലയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ KPCC അംഗവും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K മുഹമ്മദ് LDF നിയോജക മണ്ഡലം കൺവെൻഷനിലെത്തി. കഴിഞ്ഞ 50 വർഷക്കാലം കോൺഗ്രസിനായി പ്രവർത്തിച്ച താൻ ഇനി LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 4ാം തവണയും മത്സരിക്കാനിറങ്ങുന്ന VT ബൽറാമിന് അധികാരഭ്രമമാണെന്നും മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ MP രാജേഷ് മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൺവെൻഷൻ വേദിയിലെത്തിയ K മുഹമ്മദിനെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം തൃത്താലയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ശ്രീ MP രാജേഷ് വീണ്ടും നിയമസഭയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു പോകണം. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. മാത്രമല്ല, വികസനം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലും കല്യാണ ആൽബത്തിലുമല്ല, രാജ്യത്താണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മളെപ്പോലെ ഈ പാർട്ടിക്ക് വേണ്ടി 19 വർഷം പ്രവർത്തിച്ച നമ്മളെ കറിവേപ്പില പോലെ പുറത്തിടാൻ ഒരു മടിയും കാണിക്കാത്ത ഇവരുടെ അനീതിക്കെതിരെ, അതുപോലെ 5 വർഷക്കാലം തൃത്താലയുടെ വികസനം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് MP രാജേഷ് ഇവിടെ മത്സരിക്കുന്നത്. അത് ഫേസ്ബുക്കിലും കല്യാണ ആൽബത്തിലും അല്ല വികസനം എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിയോജക മണ്ഡലത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെക്കാൾ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി MP രാജേഷ് തെരഞ്ഞെടുക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതില് നമ്മളെ കുടുംബങ്ങളോ ആളുകളല്ലല്ലോ നോക്കേണ്ടത്, പൊതുജനല്ലേ വോട്ട് ചെയ്യേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകും. അതിനൊക്കെ ഞങ്ങളും ഒപ്പം അദ്ദേഹത്തോടൊപ്പം തോളോട് തോള് ചേർന്ന് ഉണ്ടാകും. അതേ പറയാൻ. തൃത്താല നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പട്ടാമ്പി താലൂക്ക് ഓഫീസിലെത്തിയാണ് നിയോജക മണ്ഡലം വരണാധികാരിയായ പട്ടാമ്പി തഹസിൽദാർ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു പൂക്കാട്ടിരി, മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KV മനോജ്, ദിനേശ് എറവക്കാട്, ദേശീയ സമിതി അംഗം V രാമൻകുട്ടി, BDJS മണ്ഡലം പ്രസിഡന്റ് സേതു ആറങ്ങോട് എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശിവസേന ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിധീഷ് വട്ടംപറമ്പിൽ, K നാരായണൻകുട്ടി, രതീഷ് തണ്ണീർക്കോട്, രാജേഷ് വേങ്ങാലിൽ, K കൃഷ്ണദാസ്, NP രാജൻ, സന്ദീപ് പനാഞ്ചേരി തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പത്രികാ സമർപ്പണ വേളയിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുള്ള പോരാട്ടമാകും വരും ദിവസങ്ങളിലെ പ്രചരണമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രതികരിച്ചു. പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥി TP ഷാജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് പത്രിക നൽകാൻ എത്തിയത്. പട്ടാമ്പി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TP ഷാജി നാമനിർദ്ദേശ പത്രിക നൽകി. മേലെ പട്ടാമ്പിയിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന പ്രകടനത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പത്രിക നൽകാൻ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു.
തുടർന്ന് പട്ടാമ്പി നിയോജകമണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ ഭൂരേഖ തഹസിൽദാർ ഹേമയ്ക്ക് മുമ്പാകിയാണ് പത്രിക നൽകിയത്. മുൻ MLA CP മുഹമ്മദ്, KP വാപ്പുട്ടി, E മുസ്തഫ, VM മുഹമ്മദ് അലി, ജിതേഷ് മോഴിക്കുന്നം, KR നാരായണസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കേരള നിയമസഭയിൽ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യപ്പെടുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്നും സംസ്ഥാനത്ത് UDF അനുകൂലമായ തരംഗമാണുള്ളതെന്നും പത്രിക നൽകിയതിനു ശേഷം TP ഷാജി പ്രതികരിച്ചു. പട്ടാമ്പിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് UDF പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നെന്നും വലിയൊരു വിജയം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും TP ഷാജി പ്രതികരിച്ചു. ഇന്നു മുതൽ വളരെ ആവേശത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത്. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയ തിരിച്ചുവരവും ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്നും അതിന് കൈ പൊക്കുന്നതിന് വേണ്ടിയുള്ള ഒരു MLA പട്ടാമ്പിയിൽ നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ പഞ്ചായത്തുകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നിരവധി വർഷക്കാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിയോജക മണ്ഡലത്തിലെ ഓരോ മേഖലയിലും വലിയ കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായി വർദ്ധിത വീര്യത്തോടു കൂടിയാണ് പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നാണ് പരിപൂർണമായി പ്രതീക്ഷിക്കുന്നത്. അതിന് എല്ലാ ജനങ്ങളുടെയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലമർന്ന തൃത്താല മണ്ഡലത്തിൽ വികസന ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവ്. UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെ തുറന്ന വേദിയിൽ വികസന സംവാദത്തിന് വെല്ലുവിളിച്ച് LDF സ്ഥാനാർത്ഥി MP രാജേഷ് രംഗത്തെത്തി. കൂറ്റനാട് നടന്ന LDF നിയോജകമണ്ഡലം കൺവെൻഷനിലാണ് MP രാജേഷ് തുറന്ന വെല്ലുവിളി നടത്തിയത്. തൃത്താലയിൽ 10 വർഷം MLA ആയിരുന്ന VT ബൽറാമിന്റെ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് MP രാജേഷിന്റെ ചോദ്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടി അധികാരത്തിലെത്തിയ MP രാജേഷ് തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തിയാണ് VT ബൽറാമിനെ സംവാദത്തിന് ക്ഷണിച്ചത്. 10 വർഷത്തെ UDF വികസനവും 5 വർഷത്തെ LDF വികസനവും തമ്മിൽ ഒരു തുറന്ന ചർച്ചയാവാമെന്നും UDF സ്ഥാനാർത്ഥി സംവാദത്തിന് വരുമെന്നാണ് പ്രതീക്ഷയെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തൃത്താലയിലെ പോരാട്ടത്തിൽ ഈ സംവാദ വെല്ലുവിളി വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത്. വികസനത്തെക്കുറിച്ചുള്ള ഈ വെല്ലുവിളി VT ബൽറാം ഏറ്റെടുക്കുമോ എന്ന ആകാംക്ഷയിലാണ് തൃത്താല മണ്ഡലത്തിലെ വോട്ടർമാർ. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഈ നേർക്കുനേർ പോരാട്ടം പ്രചരണ രംഗത്തെ കൂടുതൽ ആവേശഭരിതമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. 5 വർഷവും നടന്ന വികസനവും തമ്മിൽ സമാധാനത്തോടെ അന്തസ്സോടെ ഒരു സംവാദമാവാം. അതിന് വിനീതമായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അപ്പോ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന് UDF സ്ഥാനാർത്ഥി മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. LDFന്റെ അജണ്ട വികസനമാണ്. കേരളത്തിലും അതെ, തൃത്താലയിലും അതെ. നാട്ടിലുണ്ടായ മാറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പുതിയ തൃത്താലയെ സൃഷ്ടിക്കാൻ, നവകേരളം എന്നതുപോലെ ഒരു നവതൃത്താലയെ സൃഷ്ടിക്കാനുള്ള അടിത്തറ നാം ഒരുക്കി കഴിഞ്ഞു. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തൃത്താലയുടെ മുഖഛായ മാറ്റുന്ന കൂടുതൽ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ അവതരിപ്പിക്കും. അതും വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിലെത്തും. അതിനുവേണ്ടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 5 വർഷം തൃത്താലയെ ചൊല്ലി ഒരു വിവാദവും ഉയർന്നു വന്നിട്ടില്ല എന്ന് നാം ഓർക്കണം. തൃത്താലയുടെ പേരിൽ ഒരു വിവാദവും കഴിഞ്ഞ 5 വർഷം ഉയർന്നു വന്നിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്.
രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ളവരെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒമാനിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായ തൃത്താല സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെത്തി. സൗത്ത് തൃത്താല തച്ചറത്തൊടിയിൽ 58 വയസ്സുള്ള റംലയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മിന്നൽ പ്രളയത്തിൽ വാഹനം ഒഴുക്കിൽപ്പെട്ട് മരിച്ച തൃത്താല സ്വദേശികളുടെ എണ്ണം ഇതോടെ 3 മസ്കറ്റ് KMCC പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ മുണ്ടൂരാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയിച്ചത്. പ്രളയത്തിൽ മരിച്ച സൗത്ത് തൃത്താല തച്ചറത്തൊടിയിൽ ഫഹദ് യൂസഫിന്റെ മാതാവാണ് റംല. മൃതദേഹം ബർക്ക ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒമാനിലെ ബർക്കയിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അപകടത്തിൽ മരിച്ച കരിമ്പ കോട്ടപ്പാടം മാളിയേക്കൽ ഷംലയുടെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ നാട്ടിലെത്തിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ മാളിയേക്കൽ ഭാവയുടെ മരുമകളാണ് ഷംല ലുബിഷാദ്. ഫാദുലി, ഫെബ എന്നിവർ മക്കളാണ്. ഷംലയുടെ ഖബറടക്കം പട്ടിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ശനിയാഴ്ച രാത്രി 2 കുടുംബങ്ങളും ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങും വഴിയാണ് മിന്നൽ പ്രളയമുണ്ടായത്. കനാൽ കുറുകെ കടക്കുന്നതിനിടെ കുതിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോവുകയായിരുന്നു. 2 കിലോമീറ്ററോളം ദൂരം കാർ ഒഴുകിപ്പോയി. 4 കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഷംലയുടെയും ഫഹദ് യൂസഫിന്റെയും മൃതദേഹം ശനിയാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു. ഫഹദ് യൂസഫിന്റെ മാതാവ് റംലയെ കാണാതാവുകയായിരുന്നു. ചിരിക്കുന്ന മുഖത്തോടെ എന്നും കൂടെയുണ്ടാകുമെന്ന് കരുതിയ പ്രിയപ്പെട്ടവൾക്ക് തൃത്താല ഗ്രാമം കണ്ണീരോടെ വിട നൽകി. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ച തൃത്താല കോട്ടപ്പാടം സ്വദേശി ഷംല ലുബിഷാദിന്റെ മൃതദേഹം പട്ടിശ്ശേരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. മന്ത്രി MP രാജേഷ്, VT ബൽറാം തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. പുതിയ സ്ഥലങ്ങൾ കാണാനും കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഷംലയ്ക്ക് സന്തോഷം നിറഞ്ഞ ആ യാത്ര അപ്രതീക്ഷിതമായി അന്ത്യയാത്രയായി മാറുകയായിരുന്നു. കഴിഞ്ഞ 11 വർഷമായി ഭർത്താവ് ലുബിഷാദിനൊപ്പം ഒമാനിൽ ബിസിനസ് രംഗത്ത് സജീവമായിരുന്നു ഷംല. ബർക്കയിൽ സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കുത്തൊഴുക്കിൽപ്പെട്ടത്. എന്നും പുഞ്ചിരിയോടെ മാത്രം കണ്ടിരുന്ന ഷംലയുടെ മരണം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. യാത്രകളിലെ മനോഹര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്ന ഷംല അനേകം സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് മടങ്ങിയത്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ലുബിഷാദും 9 വയസ്സുകാരി ഫാദുലിയും 5 വയസ്സുകാരി ഫെബയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ തളർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ വിയോഗം ആ കുരുന്നുകൾക്ക് ഇനിയും മനസ്സിലാക്കാനായിട്ടില്ല. പട്ടാമ്പിയിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയായിരുന്നു പത്രിക നൽകിയത്. NDA പട്ടാമ്പി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജ് നാമനിർദ്ദേശ പത്രിക നൽകി. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പിക്കുവാൻ അഡ്വക്കേറ്റ് P മനോജ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയത്. തുടർന്ന് പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ കൂടിയായ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഹേമയ്ക്ക് മുമ്പാകെയാണ് പത്രിക നൽകിയത്. പത്രിക നൽകിയതിനു ശേഷം സത്യവാചകവും ചൊല്ലി. I solemnly affirm by law established and that I will uphold the sovereignty and integrity of India. BJP ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, മറ്റു നേതാക്കളായ VC സന്തോഷ്, രാജ്കുമാർ, ഗോപി പൂവക്കോട് ഉൾപ്പെടെയുള്ള നേതാക്കളും പത്രിക നൽകുവാൻ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പിയിൽ ഒരു മാറ്റമാണ് NDA ലക്ഷ്യമിടുന്നതെന്നും ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും NDA സ്ഥാനാർത്ഥി P മനോജ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങള് ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിൽ ഇരു മുന്നണികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലേക്ക് കടന്നു വരാൻ സമയമായി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കേരളത്തിലെ ജനങ്ങളിപ്പോ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര ഭരണവും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കേരള ഭരണത്തെയും ജനങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇരു സർക്കാരും തമ്മിലുള്ള മാറ്റം ജനങ്ങൾക്കറിയാം. കേന്ദ്രത്തിലെ അഴിമതിരഹിത
വികസിത ഭരണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ അഴിമതി നിറഞ്ഞ വികസന വിരുദ്ധത അതും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. നമുക്ക് പട്ടാമ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ 2 മുന്നണികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ പേരിന് മാത്രമാണ് 2 മുന്നണികൾ, അവർ ഫലത്തിൽ ഒന്നാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഒന്നിച്ച് നടന്നവരാണ് ഈ തിരഞ്ഞെടുപ്പിൽ 2ആയിട്ട് മത്സരിക്കുന്നത്. അവർ ഒന്നിക്കുന്നതും അവർ ഭിന്നിക്കുന്നതും പട്ടാമ്പിയുടെ വികസനത്തിന് വേണ്ടിയിട്ടല്ല, അത് അവരുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ്. തൃത്താലയിലെ SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്രം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായാണ് പത്രിക നൽകാനെത്തിയത്. SDPI പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ SP അമീർ അലിയാണ് മത്സരിക്കുന്നത്. അമീർ അലി പത്രിക സമർപ്പിച്ചു. രാവിലെ പ്രകടനമായാണ് പത്രിക സമർപ്പണത്തിന് എത്തിയത്. നേതാക്കളായ ഹമീദ് കൈപ്പുറം, ലത്തീഫ് ദാരിമി, ഹംസ, അഫ്സൽ നടുവട്ടം എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക നൽകുവാൻ എത്തിയിരുന്നു. SP അമീർ അലി എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിൽ ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും ഓറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. പട്ടാമ്പിയിലെ വികസനം എന്നത് വെറും PR വർക്ക് മാത്രമാണെന്നും പട്ടാമ്പിയിൽ വേറൊരു മാറ്റത്തിനാണ് SDPI നേതൃത്വം നൽകുകയെന്നും സ്ഥാനാർത്ഥി SP അമീർ അലി പറഞ്ഞു. പട്ടാമ്പിയിലെ ഈ തെരഞ്ഞെടുപ്പിന് ധാരാളം പ്രത്യേകതകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MLAയുടെ PR വർക്കും ഷോ വർക്കും മാത്രമാണ് ജനങ്ങൾക്ക് മുമ്പിലുള്ളത്. ഇന്നും പട്ടാമ്പിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് റോഡുകളുടെ അവസ്ഥയെല്ലാം അവർക്കറിയാം. പല റോഡുകളിലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പട്ടാമ്പിയെ 10 വർഷം ലഭിച്ചിട്ടും പട്ടാമ്പിയെ വികസന കുതിപ്പിന് സാധ്യമാകുന്ന ഒരു മണ്ഡലമാക്കി, വികസനത്തിന്റെ സാഹചര്യങ്ങളുള്ള ഒരു മണ്ഡലമാക്കി മാറ്റാൻ പട്ടാമ്പിയിലെ MLAക്ക് സാധിച്ചിട്ടില്ല. UDFന്റെ കാര്യം പിന്നെ പറയാനില്ല. അവർ അവസാന ഘട്ടത്തിലാണ് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവരെ പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥത, നിരാശ നിലനിൽക്കുന്നു. ഈ നാട്ടിലെ UDFനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സത്യസന്ധമായി ഈ നാട്ടില് ഒരു നല്ല MLA, ഒരു നീതിയുടെയും നെറിയുടെയും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു MLA വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, എൻ്റെ പാർട്ടി നിങ്ങൾക്കറിയാം SDPI ആണ്. നേരും നെറിയുമാണ് SDPIയുടെ മുഖമുദ്രയും രാഷ്ട്രീയവും. അതുകൊണ്ട് നിങ്ങൾ നേരിന്റെ രാഷ്ട്രീയത്തിന് കയ്യൊപ്പ് ചാർത്തണമെന്ന്, എന്നെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കണമെന്ന് എൻ്റെ വോട്ടർമാരോട് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം. ദേശമംഗലം ഒലിച്ചി ലക്ഷ്മിയുടെ ഉന്നതി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രി 7:45 തീ പടരുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 1 ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ അടിക്കാടുകളാണ് കത്തിയത്. ഷൊർണൂരിൽ നിന്നുമുള്ള അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണച്ചു. തീപിടുത്തമുണ്ടായ സ്ഥലത്തിനോട് പുതിയ ടർഫ് മൈതാനത്തിന്റെ ഉദ്ഘാടനം നടന്നിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ചൈനീസ് വെടിക്കെട്ടിൽ നിന്നും തീ പടർന്നതാണെന്ന് സംശയിക്കുന്നു. ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.